പശ്ചിമേഷ്യയിലെ US സൈന്യത്തെ ആക്രമിക്കാൻ ഇറാൻ ആദ്യം പദ്ധതിയിട്ടിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു രഹസ്യാന്വേഷണ വിവരവും ഇല്ലായിരുന്നുവെന്ന് സമ്മതിച്ചിരിക്കുകയാണ് ട്രംപ് സർവകലാശാലയിലെ ഉദ്യോഗസ്ഥർ. US കോൺഗ്രസിലെ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടി അംഗങ്ങൾ ഉൾപ്പെട്ട വിവിധ ദേശസുരക്ഷാ സമിതി അംഗങ്ങൾ മുമ്പാകെ പെന്റഗൺ ഉദ്യോഗസ്ഥരാണ് ഇക്കാര്യം സംബന്ധിച്ച് രംഗത്ത് വന്നിട്ടുള്ളത്. ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന യുദ്ധത്തിൽ ട്രംപ് സർക്കാർ പറഞ്ഞ കാരണത്തിന് ഘടകവിരുദ്ധമാണ് പെന്റഗന്റെ പ്രസ്താവന എന്ന് പറയുന്നത്. ഇത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി കൂടിയാണ്. ഇനി ഇറാൻ ഒരു പക്ഷേ പശ്ചിമേഷ്യയിലെ US സേനാ താവളങ്ങളെ ആക്രമിക്കാൻ സൂചനയുണ്ട് എന്നും അതിനാൽ മുൻകരുതൽ നടപടിയെന്നോണം അവിടെ ആക്രമണം നടത്താൻ ട്രംപ് തീരുമാനിച്ചു എന്നാണ് സർക്കാർ ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് ട്രംപിന് വളരെയധികം ഭയമുണ്ടായിരുന്നു, അതിന് മുന്നോടിയായിട്ടാണ് ഈ ഒരു ആക്രമണം നടത്തിയത്. എന്നാൽ ഇപ്പോഴും ട്രംപ് ഭയന്നിരിക്കുന്ന രീതിയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ട്രംപിന് ഈ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആയുധ ശേഖരണം എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ശക്തി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ഇറാനെ ഭയപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളും നിഴൽ സായുധ സംഘങ്ങൾ US താൽപര്യങ്ങൾക്ക് അടിയന്തര ഭീഷണിയാണെങ്കിലും ആദ്യഘട്ട ആക്രമണം നടത്താൻ അവർ മുതിരുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു അല്ലെങ്കിൽ ഈ പറയുന്ന ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള യാതൊരു രഹസ്യ അന്വേഷണ വിവരവും ലഭിച്ചിരുന്നില്ല എന്നാണ് ഈ പെന്റഗൺ കോൺഗ്രസ് സമിതി അംഗങ്ങളെ അറിയിച്ചിട്ടുള്ളത്. ആക്രമണങ്ങളും അതിന്റെ പശ്ചാത്തലത്തിലുമായിരുന്നു 90 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച എന്ന് പറയുന്നത്. ഇറാൻ ഒരിക്കലും ആണവായുധം സ്വന്തമാക്കാതിരിക്കുക, അവരുടെ മിസൈൽ പരിപാടിക്കും കടിഞ്ഞാണിടുക, US-നും സഖ്യകക്ഷികൾക്ക് നേരെയുള്ള ഭീഷണി ഇല്ലായ്മ ചെയ്യുക എന്നിവയായിരുന്നു ആക്രമണത്തിന്റെ ലക്ഷ്യമെന്ന് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും യുദ്ധം ആഴ്ചകളോളം നീളുമെന്നും അറിയിച്ചിട്ടുണ്ട്. ട്രംപ് തന്നെയാണ് പറയുന്നത് 4 ആഴ്ചയോളം യുദ്ധം നീളുമെന്ന്. എന്തായാലും US വരെ എത്താൻ കഴിയുന്ന ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ ഉടൻ സ്വന്തമാക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതിന് തെളിവുകൾ നൽകിയില്ല. ട്രംപിന്റെ അവകാശവാദം കെട്ടിച്ചമച്ചതാണെന്ന് ഇതേക്കുറിച്ചുള്ള അറിവുള്ള കേന്ദ്രങ്ങൾ പറഞ്ഞതായിട്ട് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇറാനെ ആക്രമിച്ചതിൽ അമേരിക്കക്കാർക്കിടയിൽ ട്രംപിനോട് അതൃപ്തി ഉണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായിട്ട് റോയിട്ടേഴ്സും ഇപ്സോസും ചേർന്ന് നടത്തിയ സർവേയുടെ ഫലത്തിൽ ട്രംപ് പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെ വളരെ ട്രംപിനെതിരെ ഒരു വിരുദ്ധ വികാരം അവിടെ നടക്കുന്നുണ്ട്. അതായത് ട്രംപിനെതിരെയാണ് ആളുകൾ എന്നുള്ള രീതിയിലേക്കാണ് ആ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 അമേരിക്കക്കാരിൽ ഒരാൾ മാത്രമാണ് US ആക്രമണത്തെ അംഗീകരിക്കുന്നത് എന്നും ഈ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് അമേരിക്കയിലെ ജനങ്ങൾ ഒരിക്കലും ട്രംപ് പറയുന്നത് പോലെ അല്ലെങ്കിൽ ട്രംപിന്റെ രീതിയിലോ അല്ല നിൽക്കുന്നത്, നേരെ വിപരീതമായിട്ട് ആണ് എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു റോയിട്ടേഴ്സ് നടത്തിയ സർവേയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമീനിയെ വധിച്ച അമേരിക്കൻ വ്യോമാക്രമണത്തിന് ജനങ്ങൾക്കിടയിൽ പിന്തുണ കുറവാണെന്നാണ് സർവേയിൽ നിന്ന് വ്യക്തമാകുന്നത്. മാത്രമല്ല വെറും 20% ആളുകൾ മാത്രമാണ് ഈ ഒരു ആക്രമണത്തെ അനുകൂലിച്ചിട്ടുള്ളത്. 43% പേർ ആക്രമണത്തെ ശക്തമായി എതിർത്തപ്പോൾ 29% പേർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയില്ല. അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ ട്രംപ് അമിതമായി സൈനിക ശക്തി ഉപയോഗിക്കുന്നുവെന്ന് 56% അമേരിക്കക്കാരും വിശ്വസിക്കുന്നു എന്നാണ് ഈ സർവേയിൽ വ്യക്തമാക്കുന്നത്. ഇനി ഡെമോക്രാറ്റുകളിൽ 87% പേരും റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ള 23% പേരുമാണ് ഈ അഭിപ്രായക്കാരായിട്ടുള്ളത്. പ്രസിഡന്റ് എന്ന നിലയിലുള്ള ട്രംപിന്റെ ജനപ്രീതി 39% കുറയുകയും ചെയ്തു. ഫെബ്രുവരിയിൽ നടന്ന സർവേക്കാൾ 1% കുറവാണിത്. ആക്രമണം തുടങ്ങി 3 ദിവസത്തിനുള്ളിൽ തന്നെ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. യുദ്ധ കാരണം അമേരിക്കൻ സൈനികർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇറാനെതിരെയുള്ള നീക്കങ്ങളെ പിന്തുണയ്ക്കില്ല എന്ന് ട്രംപിന്റെ സ്വന്തം പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ 42% പേരും ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതാണ് ട്രംപിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അതായത് സ്വന്തം രാജ്യത്തെ ആളുകൾ പോലും ട്രംപിനൊപ്പം നിൽക്കാത്ത ഒരു സാഹചര്യമാണ് കാണാൻ സാധിക്കുന്നത്. ട്രംപിന് എതിരെ അവർ നിൽക്കുന്നു, ട്രംപിനെ അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ ട്രംപിന്റെ കാര്യങ്ങൾക്ക് അവർ അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള ഒരു രീതിയിലും അവർ പ്രതികരിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ഈ സർവേയിൽ നിന്ന് വ്യക്തമാവുന്നത്.
എന്തായാലും വിദേശ നയത്തെക്കാൾ ഉപരീതമായിട്ട് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ കുറിച്ചാണ് വോട്ടർമാർക്ക് കൂടുതൽ ആശങ്ക എന്ന് പറയുന്നത്. ഇനി ഇറാൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില വർദ്ധിക്കുന്നത് തങ്ങളുടെ പിന്തുണയെ ബാധിക്കുമെന്ന് 45% പേരും വിശ്വസിക്കുന്നുണ്ട്. നിലവിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 അവിടെ ഉയരുകയും ചെയ്തു. ഇത് $100 വരെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. എന്തായാലും ഈ സർവേയുടെ ഒരു ഫലം അനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു വിരുദ്ധ വികാരം ഡൊണാൾഡ് ട്രംപിനെതിരെ അവിടുത്തെ സ്വന്തം ജനങ്ങൾക്ക് തന്നെ ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും യുദ്ധമായിട്ട് പോകുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ്, ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ഇത് എന്തായാലും ബാധിക്കാനും സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം അവിടെ പ്രസിഡന്റ് ആകരുത്, അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്കുള്ള ശതമാനങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് കുറയുമ്പോൾ, അല്ലെങ്കിൽ ജനങ്ങൾ ആ ഒരു വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി എന്തായാലും ട്രംപിന് ഉണ്ടാകുമെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.